Actually, if you go through the judgment, അതിനകത്ത് ഈ അധികാരമില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇഫ് യു സീ ദ പാരഗ്രാഫ് 11 അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഗവർണറുടെ അധികാരം തന്നെയാണെന്ന്. മാത്രമല്ല 2-3 കുട്ടികൾ കോടതിയിൽ പരാതി കൊടുത്തു. ആൻഡ് ദേ സെഡ് ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ ഹയർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ വേറെ കുട്ടികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹയർ ക്വാളിഫിക്കേഷൻ, ഹയർ എലിജിബിലിറ്റി ഉള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഗവർണർ തന്നെ പുതിയ ആളുകളെ നിയമിക്കണം, ഇൻക്ലൂഡിങ് ദീസ് സ്റ്റുഡൻസ് ഓർ എനി അതർ സ്റ്റുഡൻസ്. അപ്പോൾ അധികാരം ഗവർണറുടെ തന്നെയാണ്. ഇപ്പോൾ സംബഡി സേസ് ദാറ്റ് ഐ ആം വെരി ഗുഡ് ആൻഡ് ദ പേഴ്സൺ സെലക്റ്റഡ് ബൈ യു ഈസ് നോട്ട് ദാറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞു അതൊന്ന് പരിശോധിക്കുക. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നമുക്ക് പരസ്പരം മനസ്സിലാവുന്ന ഭാഷയിലാണ്. അതായത് ഒരാൾ പറയുന്നു ഐ ഹാവ് എ ഹയർ എലിജിബിലിറ്റി ആൻഡ് യു ഹാവ് സെലക്ടഡ് അനദർ പേഴ്സൺ. അപ്പോൾ കുട്ടികളാണ്, ഒരു കുട്ടിയാണ് പറയുന്നത് ഹി ഹാസ് ഗോട്ട് എൻ എലിജിബിലിറ്റി. അപ്പോൾ കോടതി പറയുന്നു നിങ്ങൾ ഇവരെ താരതമ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡോക്യുമെൻ്റ് കോടതി കണ്ടിട്ടില്ല. അപ്പോൾ ദെർഫോർ യു കമ്പയർ ദിസ് പേഴ്സൺ ആൻഡ് ദ പേഴ്സൺ യു ഹാവ് നോമിനേറ്റഡ് ഓർ എനി അതർ പേഴ്സൺ വിത്തിൻ ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണറുടെ തന്നെയാണ്. അതിന് മാത്രമല്ല, അതിൻ്റെ അതൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള നോംസ് അൺഫോർച്ചുനേറ്റ്ലി ആക്ടിലൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയാം 1ാം റാങ്കുകാരനെ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്, എക്സലൻറ്റ് സജഷൻ. പക്ഷേ ഇവിടെ നമുക്ക് 40 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, 40-ൽ 1ാം റാങ്ക് വരും. നമ്മൾ മികച്ച കായിക താരത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് എക്സലൻറ്റ് സജഷൻ. പക്ഷേ ഷോർട്ട് പുട്ട് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ജാവലിൻ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഫസ്റ്റ് കിട്ടും. സോ ഹും യു വിൽ സെലക്ട്. ദെൻ കല, ഏറ്റവും നല്ല കലാകാരൻ, പ്രസംഗ മത്സരമുണ്ട്, കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, ഹു വിൽ ഗിവ്? അപ്പോൾ ദിസ് ഈസ് എൻ ഇഷ്യൂ വിച്ച് ഹാസ് നോട്ട് അഡ്രസ്ഡ്. അപ്പോൾ ഗവർണർ അദ്ദേഹത്തിന് കിട്ടിയ പലരുടെയിൽ നിന്ന് കിട്ടിയ പ്രപ്പോസൽ മേ ബി കുട്ടികൾ കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ആരും കൊടുത്ത ലിസ്റ്റായിരിക്കാം. അദ്ദേഹം കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യുന്നു. അതേസമയം വേറെ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അതിനേക്കാളും മിടുക്കന്മാരാണെന്ന്. ഇനി അതിനേക്കാളും മിടുക്കന്മാർ പരാതി കൊടുത്തിട്ടില്ല. സോ ദാറ്റ്സ് ആൾസോ ദർ. അപ്പോൾ സോ നൗ ദ കോർട്ട് ഈസ് ഓപ്പൺ ഫോർ ദ ഓണറബിൾ ചാൻസലർ ടു സെലക്ട് ദ ബെസ്റ്റ് പേഴ്സൺ ആൻഡ് ഹി വിൽ ഡെഫിനറ്റ്ലി എക്സസൈസ് ദാറ്റ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു 16-17 പേരെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തിരുന്നു. അതിൽ ഈ 4 കുട്ടികളുടെ കേസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും, അതായത് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്തത് ഓണറബിൾ ചാൻസലറാണ്. ആൻഡ് ദേ ആർ കണ്ടിന്യൂയിങ്. അപ്പോൾ ഈ അക്കാദമിക് നിലവാരമുള്ള കുട്ടികളുടെ പട്ടിക, ആ നൽകിയ പട്ടിക, സർവകലാശാല നൽകിയ പട്ടികയിൽ നിന്ന് അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കാത്തത് അതിൽ തെറ്റില്ല എന്നാണോ സാർ പറയുന്നത്? സർവകലാശാല അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ട് ആരുടെയും പേര് കൊടുത്തിട്ടില്ല. യു ക്യാൻ ടേക്ക് മൈ വേർഡ്. കാരണം സർവകലാശാലയിൽ നിന്നുള്ള സെക്ഷനുകളിൽ നിന്ന് ക്ലാർക്കുമാർ ഇങ്ങനെ പലരുടെയും നിന്ന് വില്ലിങ്നെസ് വാങ്ങിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് വന്നു. ഒന്ന്, ഇങ്ങനെ വില്ലിങ്നെസ് വാങ്ങിക്കാൻ നിയമമില്ല. 2, എന്തടിസ്ഥാനത്തിലാണ് ചിലരെ വില്ലിങ് ആണെന്നും ചിലർ വില്ലിങ് അല്ലാന്നാക്കിയതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ അസ്യൂംഡ് ദാറ്റ് അവർ മിടുക്കന്മാരാണെന്ന്. ദേ ക്യാൻ അസ്യൂം, they can always assume that they are good. I can say that I am the best, but it need not be accepted. That's a different issue. So university ഈ കുട്ടികളുടെ പേര് കൊടുത്തിട്ടില്ല. ഏതാ? ഗവർണർ നിയമിച്ച 4 പേരുടെ പട്ടികയാണല്ലോ ഹൈക്കോടതി റദ്ദാക്കിയത്. ആ പട്ടിക ഗവർണർക്ക് കൊടുത്തിട്ട് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് പല സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. ആൻഡ് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം സെലക്ട് ചെയ്തതായിരിക്കാം. കാരണം വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി യു ഡോണ്ട് ഹാവ് എ മെക്കാനിസം. ദർ ഇസ് നോ മെക്കാനിസം. ആൻഡ് ഈ നമ്മൾ ഈ പറയുന്ന തർക്കം 4 വിദ്യാർത്ഥികളുടെ കേസിൽ മാത്രമാണ്. ബാക്കി 13 പേരുടേതും ഈ രീതിയിൽ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തു.
യാദൃച്ഛികമായി വന്നിരിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ അയോഗ്യരാണ് അല്ലെങ്കിൽ യോഗ്യത പോരാ എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തി. അല്ല, ഞാൻ പറയാം. അതായത് കേസ് കൊടുത്ത കുട്ടികളുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല, കിട്ടിയ കുട്ടികളുടെ രാഷ്ട്രീയം എന്താണെന്നും നമുക്കറിയില്ല. നമ്മൾ നോക്കേണ്ടത് ഏറ്റവും മികവാർന്ന കുട്ടികളെയാണ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പരിശോധിച്ചു കൊടുക്കാൻ ഗവർണറോട് കോടതി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. രാഷ്ട്രീയം, കേസ് കൊടുത്തവർക്ക് രാഷ്ട്രീയം കാണും, കിട്ടിയവർക്ക് രാഷ്ട്രീയം കാണും. ഈ മത്സരങ്ങളിലൊന്നും യൂണിവേഴ്സിറ്റിക്ക് യാതൊരു താല്പര്യമില്ല. ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതാ? ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നുന്നു. ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ പോസ്റ്റിങ്ങിനും അത് പാലിക്കേണ്ടതല്ലേ? ഗവർണറെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മളല്ലല്ലോ. അല്ല, ഗവർണറുടെ പോസ്റ്റിംഗ് അല്ല, ഗവർണർ നോമിനേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ടതല്ലേ ഒരു ചാൻസലർ എന്ന നിലയ്ക്ക്? തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയാനുള്ള ആള് ഞാനല്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ, അല്ലേ? അല്ല, അപ്പൊ ഞാൻ പറയേണ്ടതില്ലാത്ത ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം പറയും? അത് ഗവർണർക്ക് തെറ്റ് പറ്റിയില്ല എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം സർ. ഏതാ? ഗവർണർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഗവർണറോട് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് തെറ്റുപറ്റലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഗവർണർ ഡസ് നോട്ട് ഹാവ് അബ്സല്യൂട്ട് റൈറ്റ്സ് എന്ന് കോടതി വിധിയിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത് നിങ്ങളാ പറഞ്ഞത്, മീഡിയയാണ് പറഞ്ഞത്. യു സീ ദ പാരഗ്രാഫ് 11, അതിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. വെർ ഈസ് ഇറ്റ്? ഗവർണർക്ക് അബ്സല്യൂട്ട് റൈറ്റ് ഇല്ല എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഇതിനൊരു നോമില്ല എന്നാണ് കോടതി പറഞ്ഞത്. ആൻഡ് ദെർഫോർ ഗവർണർ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ലിസ്റ്റിൽ നിന്ന് കുറേ പേരെ സെലക്ട് ചെയ്തു. ആൻഡ് അത് കുറച്ചുകൂടി വിശാലമായ രീതിയിൽ മികവാർന്ന ആളുകളെ എടുക്കുന്നത് പരിഗണിക്കണം എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. വിത്തിൻ 6 weeks അതിനെക്കുറിച്ച് നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി.